രണ്ടാഴ്ച മുമ്പുള്ള പത്രങ്ങളിൽ ഫ്രണ്ട് പേജിൽ ഒരു ചിത്രവും വാർത്തയുണ്ടായിരുന്നു. പ്രധാനമന്ത്രി മോദി ഇലോൺ മാസ്കുമായി നടത്തുന്ന ഒരു കൂടിക്കാഴ്ച. അതിനൊരു ഒഫീഷ്യൽ സ്വഭാവമുണ്ട്. കാരണം ഇലോൺ മാസ്ക് സ്പേസ് എക്സിൻ്റെ CEO മാത്രമല്ല, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസിയുടെ ഡോജിൻ്റെ ഹെഡ് കൂടെയാണ്. അതിനൊരു ബയലാറ്ററൽ സ്വഭാവമുള്ള മീറ്റിംഗാണ്. ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഇലോൺ മാസ്കിൻ്റെ ഫാമിലി മുഴുവൻ, ഇലോൺ മാസ്ക്, വൈഫ്, അദ്ദേഹത്തിൻ്റെ 3 ചെറിയ കുട്ടികൾ, അവരെ നോക്കുന്ന ആയ, കൗണ്ടർ പാർട്ടായിട്ട് പ്രധാനമന്ത്രി മോദി, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ S. ജയശങ്കർ, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ, പിന്നെ ഒരു ഡിപ്ലോമാറ്റിക് ടീം. അപ്പോൾ ഈ ഫോട്ടോ കണ്ടിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയുണ്ടായി. പലരും പറഞ്ഞു ഇന്ത്യ നാണം കെടുത്തുകയാണ്. ഈ കുട്ടികളെ ഇത്ര മീറ്റിങ്ങിലേക്ക് കൊണ്ടുവന്നപ്പോൾ അത് ഇന്ത്യ നാണം കെടുത്തിയതിന് തുല്യമാണ്. വേറെ ചിലർ പറഞ്ഞു ഇത് വലിയൊരു മുന്നേറ്റമാണ്. കാരണം കുട്ടികൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തി എന്നുള്ളത് അത് വളർച്ചയുടെ ഒരു അടയാളമാണ്. ഇന്നത്തെ ഗോസ്പൽ നമ്മൾ വായിക്കുമ്പോൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ക്രിസ്തു തൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ കഫർനാമിലെ വീട്ടിൽ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. വേറെ ആരും വരണ്ടെന്ന് ഈശോന് ആഗ്രഹം ഉണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഗൗരവയുടെ ഒരു കാര്യത്തെക്കുറിച്ചാണ് ശിഷ്യന്മാരെ ഈശോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ അവിടെ കുട്ടികളെ കാണുന്നതാണ്. ഒരു കുഞ്ഞിനെ കയ്യിലെടുത്ത് ഈശോ ഒരു മോഡലായിട്ട് അവരെ പഠിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആ മീറ്റിങ്ങിൽ കുട്ടികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പഠിപ്പിക്കാൻ വേണ്ടി കുട്ടികളൊക്കെ പുറത്താക്കി വാതിലടച്ചെന്ന് ഈശോ പറയുന്നില്ല. ഈശോ അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് സംസാരിക്കുന്നത്. ഇന്നും നമ്മുടെ വീടുകളിൽ നമ്മുടെ കുട്ടികൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട എത്രയോ ഇടങ്ങളുണ്ട്.